എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ തിരക്ക് ഉള്ള ഒരു ദിവസമാണ്. 7 മണിക്ക് മറ്റൊരു പരിപാടി തുടങ്ങണം, 8 മണിക്ക് വേറൊരു പരിപാടി ഉണ്ട്. 7 മണിക്ക് മുമ്പ് ഒരു 6:55 നമ്മൾ തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ഈ ചാപ്റ്റർ അംഗങ്ങൾ, ആദിശങ്കര കുടുംബാംഗങ്ങൾ വഴിയെ ഇതിൽ പങ്കാളികളായിക്കോളും, ജോയിൻ ചെയ്തോളും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദ് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഇന്ന് ബാലകാണ്ഡത്തിലെ അവസാന ഭാഗമാണ് നമ്മൾ വായിക്കണത്. ഇതില് സീതാ സ്വയംവരം മുതല് ഭാർഗവ ഗർവശമനം വരെയുള്ള ഭാഗങ്ങള് മാലതി ശിവകുമാർ വായിക്കും. മാലതി ശിവകുമാർ ഇതിനു മുമ്പ് നമ്മുടെ സത്സന്ധ്യകളിൽ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്, വായിക്കാൻ അതീവ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പൊ മാലതിയുടെ ആ പാരായണത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ രാമായണക്കാറ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം. മാലതി ചേച്ചിയുടെ മൈക്ക് മ്യൂട്ടാണ്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമ രാമ. സീതാ സ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണം അരുൾ ചെയ്താൻ. ബാലകന്മാരെ, പോകം മിഥിലാപുരിക്കു നാം കാലവും വ്രതാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടു ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെ പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്നിച്ചീടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജ
രജസ്പൃഷ്ടി കൊണ്ടകല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്, നീയതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു. ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു, ചെന്നു നീ വരുത്തേണമീശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ വല്ലവനിവൻ മന്മനന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവൂതൻ അതെനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും. സത്വരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസാഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടവാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവം ആരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ക്ലാടാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദമന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലകബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാൻ, ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയയച്ചിതു. വിശ്രമത്തോട് നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരിബുക്ക് ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു. പങ്കിച്ചന്ദനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിമാമരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകമ്പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്നിച്ചു സദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യവാദ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി
സൽക്കരിച്ചിതു യഥായോഗ്യമൂർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യ പാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വർഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തു നൃപൻ. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത്യാ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ഭേരി ദുന്ദുവിമുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾക്കുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേൻ. അതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കലത്ര നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം. എന്നോട് മഹാമുനിതാൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു രാമനായി മായാ മർത്യവേഷം പൂണ്ടറിഞ്ഞാലും. യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്മനി തൽക്കാരണാൽ. സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ യുദ്ധം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. പന്നകവിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയിൽ ഇതിനെന്നു പൃഥ്വീബാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാം ഉൽപ്പലനേത്രൻ തന്നെ തൊൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം. ഖദ്യോദായുധ സഹസ്രോദ്യോത രൂപത്തോടും ഖദ്യോദാന്വയെ പിറന്നൊരു നിന്തിരുപടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. തൊൽപാദാംബുജഗളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. തൊൽപദാംബുജഗളിതാംബു ധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. തൊൽപദാംബുജഗളിതാംബു ധാരണം കൊണ്ടു തൽപുമാൻ മഹാബലി സിദ്ധിച്ചാൻ ഹൈദ്രപദം. തൊൽപദാംബുജ വൃഷ്ടി കൊണ്ടഹല്യയും
കിൽബിഷത്തോട് വേർപെട്ടു നിർമ്മലയായാൾ നിന്തിരുവഴിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്നു മോക്ഷത്തെയും ലഭിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. യുദ്ധം ഓരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാദനം. കരികളറുനൂറും 10,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിത് സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കന്മഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവൃതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനന ഭേരി തുര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്ക് അമ്മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റ കുടതഴ വെഞ്ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ആരവട്ടങ്ങളോടും ചെങ്കൊടിക്കൂരകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരിഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കടന്നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവ, കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീട് പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതും. മാലതി തുടർന്ന് ഇനി മറ്റേ അവര് വായിച്ചോളും. ശരി എന്നാ, ഓക്കെ. ശ്രീരാമ രാമ 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 ഇല്ല, ശ്രീരാമ രാമ രാമ ഹരേ രാമ ഹരേ രാമ രാമ രാമ. ഓക്കെ, ഇത് മ്യൂട്ട് ചെയ്യാം. ജയശങ്കരൻ. ഇനി അടുത്ത ഭാർഗവ ഗർഭശമനം മുതല് അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ അവിടെ മുതല് നിഗ്രഹിച്ച അനുദിനം സേവിച്ചേൻ ഭഗവാൻ അവിടം വരെ ജ്യോതിലക്ഷ്മി വായിക്കും. ജ്യോതിലക്ഷ്മി പാരായണം ചെയ്യും. ജ്യോതിലക്ഷ്മി ഗോപകുമാറിന്റെ ഗോപന്റെ വൈഫാണ്. ഇവരെല്ലാവരും ജ്യോതിലക്ഷ്മിയും ഗോപനും എല്ലാവരും മിക്കവാറും എല്ലാ മകനും അതെ സത്സന്ധികളിലും എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ആളാണ്. ഗോപനെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ജ്യോതിലക്ഷ്മി വായിക്കും. സ്വാഗതം, സുസ്വാഗതം. ഭാർഗവ ദർഭശമനം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ. മന്നവ, കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീടം അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടോ, ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതൻ അരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീരലോഹിത ശിഷ്യൻ ബടവാനല സമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം
ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ പരശുബാണേ പരിപാലയ കുലം മമ പരമേശ്വരപ്രിയ പരിപാലയ നിത്യം പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണതർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് തത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ ശത്രുത്വം തമ്മിൽ പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാൽമജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പന്തിസന്ധ്യനൻ ഭീതി കൊണ്ടു വേപത് പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും. മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേബരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂഡ അരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദ വന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതൂജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമാ ലക്ഷ്യം കാട്ടിത്തന്നിട വേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മകാ വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപദേ. ശ്രീരാമ രാമ പുരുഷോത്തമാ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥ നന്ദന ഹൃഷീകേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാനിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനേ. ജ്യോതി നല്ല സുഖമായിട്ട് വായിക്കാൻ പറ്റിയും തോന്നുന്നു അല്ലേ? ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. കൊല്ലം കുഴപ്പമുണ്ടായില്ലെന്ന് തോന്നുന്നു സാറേ.
സുഖമില്ലാതിരിക്കുവായിരുന്നു കുറച്ച്. ഏതാ ഇടയ്ക്ക് ഇപ്പൊ എനിക്ക് സുഖമില്ലാതിരിക്കുവായിരുന്നു കുറച്ച്, അതുകൊണ്ട് ഒച്ച അതാ ഞാൻ ചോദിച്ചത്, സുഖമായിട്ട് വായിക്കാൻ സാധിച്ചില്ലേ എന്ന് ചോദിച്ചതാ. നന്നായി എന്തായാലും. ഓക്കെ ഓക്കെ. ജയ് ശ്രീരാം, ജയശങ്കരൻ. ഇനി അടുത്തത് വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ എന്ന് തുടങ്ങി ഈ ബാലകാണ്ഡത്തിന്റെ അവസാനം വരെ എന്റെ വൈഫ് ദേവി വായിക്കും. സുസ്വാഗതം. ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളിച്ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപാസാതെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗൂപതേ. കൊല്ലണം പിതൃഹന്താവാകിയാഹേഹയനെ ചൊല്ലെഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലാം ശജനല്ലോ വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനൂദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നുടെ തേജസ്സന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. നീ തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസ്യന്തനാസുതനല്ലോ നീ ജഗൽപതേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമാജന്മം മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാപരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്ഹിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസമൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവത്തത്വം. സത്സംഗം കൊണ്ടും ലഭിച്ചിടിനാ ഭക്തിയോടും ത്വൽസേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാര പാരാവാരം തന്മറുകരായേറിയിടുന്നിതു കാലം കൊണ്ടേ. ത്വജ്ഞാനപരന്മാരാം മാനുഷാജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവൊരു സൽഗുരു ലഭിച്ചിടും. സൽഗുരു വരങ്കൽ നിന്ന് അൻപോടു വാക്യജ്ഞാനമുൾക്കാമ്പിയിലുദിച്ചിടും ത്വൽപ്രസാദത്താൽ. അപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു ഭവച്ചിന്മയാപദത്തിങ്കലാഹന്താലയിച്ചിടും. ത്വൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടു സിദ്ധിക്കായില്ലയല്ലോ. വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമാ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സതാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ
നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര തന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ സ്വർഗതിക്കായിട്ടെന്നാൽ എന്നാൽ സഞ്ചിതമായ പുണ്യം ഒക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കൽ എങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവ രഘുപതേ രാമ കാരുണ്യാംബുധേ ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനായി ഇടണം വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനായനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം ബുക്കിയിടിനാൻ ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്ത ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടായോടും ചെന്ന് അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും വൈകുണ്ഠാപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷാവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാനനൂദിനം കേകയ നരാധിപനാകിയായുധാജിത്തും കൈകേയീതനായനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടു നടന്നിടിനാരവർകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതൂകാലം മൈഥിലിയോടും നിജാനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതാപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസനമാരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നീലന്നേ. അധ്യാത്മരാമായണി ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര. ഇന്നത്തെ ഈ പാരായണ ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. ഇതോടുകൂടി ബാലകാന്ഡം എന്ന ആദ്യത്തെ കാണ്ഡവും അവസാനിക്കുകയാണ്. നമ്മൾ നേരത്തെ തീരുമാനിച്ച് ഷെയർ ചെയ്ത ആ ഒരു പട്ടിക അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം ഇന്ന് വന്നു. എനിക്കിന്ന് പത്തനംതിട്ട ചാപ്റ്ററാണ് ചെയ്യേണ്ടത്. നാളെ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ട് കോട്ടയത്തിന്റെ പരിപാടി ഇന്നത്തേക്കായിരിക്കും. നാളെ പത്തനംതിട്ട ചാപ്റ്റർ ആയിരിക്കും ഈ പാരായണം തുടർന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ രാമനാമ പുഷ്പങ്ങൾ, ഈ പാരായണ ഭാഗങ്ങൾ, ഇത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്നലത്തെ പോലെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ
പതയേ സീതായ പതയേ സീതാ ഏ സീതായ പതയേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ജയ് ശങ്കര. പാരായണവും അതിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളൊക്കെ തീർന്നു. ഇനി നമുക്ക് പതിവ് പോലെ ഒരു അവലോകനവും അതുപോലെ തന്നെ ഒരു ചോദ്യോത്തര പരിപാടി. അപ്പൊ അതിന് ഉഷോപ്പോളെ സാദരം ക്ഷണിക്കുകയാണ്. നമസ്തേ ജയശങ്കര, എല്ലാവർക്കും നമസ്തേ. ഇന്നത്തെ ഭാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് ബാലകാണ്ഡം ഇവിടെ പര്യവസാനിക്കുകയാണ്. 4 ദിവസം കൊണ്ട് നമ്മൾ ഒരു കാണ്ഡത്തിൽ കൂടെ, ട്രെയിനിന്റെ ബോഗി പോലെ ഒരു കാണ്ഡത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത് അടുത്തതിലേക്ക് പ്രവേശിക്കും നാളെ മുതൽ. അപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്ക് സീതാ സ്വയംവരം എന്ന ഭാഗമാണ്, അതിലേക്ക് കടക്കാം. അങ്ങനെ കുമാരന്മാരുമൊത്ത് വിശ്വാമിത്ര മഹർഷി മിഥിലാപുരിയിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ജനക മഹാരാജാവ് വിശ്വാമിത്രനെ സ്വീകരിക്കുന്നതിന് വേണ്ടി തൻ്റെ കുലഗുരുവും ആയ ശതാനന്ദനുമൊത്ത് സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് അശ്വിനി ദേവന്മാരെയോ അല്ലെ നരനാരായണന്മാരെയോ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മനോഹാരിത, സൗന്ദര്യമുള്ള കോമളന്മാരായ കുമാരന്മാരെയും കാണും. അങ്ങനെ അവരെ കണ്ടു. അപ്പൊ അവരാരാണെന്ന് ജനക മഹാരാജാവിന് മനസ്സിലായില്ല. എങ്കിലും മുനിമാരെ, വിശ്വാമിത്രനെയും കുമാരന്മാരെയും ഒക്കെ യഥോചിതം സ്വീകരിച്ചാനയിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ കുമാരന്മാർ അവരെയൊക്കെ വന്ദിക്കുന്ന ഭാഗം കാണുന്നുണ്ട്. സൂര്യചന്ദ്രന്മാരെ എന്ന പോലെയാണ് ഭൂപാലൻ ആ കുമാരന്മാരെ കണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവരാരാണ് എന്ന് വിശ്വാമിത്രനോട് തിരക്കുന്നു. അപ്പോഴ് വിശ്വാമിത്രൻ ഇവർ കോസല രാജ്യത്തെ അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ്. ശ്രീരാമൻ ജ്യേഷ്ഠൻ, ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ, എന്നുടെ യാഗം രക്ഷിക്കുന്നതിനു വേണ്ടി സിദ്ധാശ്രമത്തിലെത്തിയതാണ്. താടകാവധം ചെയ്തു. ഇതൊക്കെ ഇതുവരെ ഉണ്ടായ എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുന്നു. അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തതും ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ മാഹേശ്വരമായ ചാപത്തെ ഇവർക്കൊന്ന് കണ്ടു വന്ദിക്കണമെന്നുണ്ട് എന്ന് വിശ്വാമിത്രൻ ജനക മഹാരാജാവിനോട് പറയുന്നു. അപ്പോ ജനക മഹാരാജാവിന്റെ ആജ്ഞയനുസരിച്ച് ആ ത്രയംബകം എന്ന ചാപത്തെ കൊണ്ടുവരികയാണ്. 5000 ഭടന്മാർ 6 ചക്രമുള്ള വണ്ടിയിലാണ് ഇത് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് അവിടെ വയ്ക്കുന്നു. അപ്പോ വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയുന്നു, ഈ വില്ല് എടുത്ത് കുലയ്ക്കാമോ, ആകാവുന്നത് ചെയ്യുക. ശ്രീരാമനാവട്ടെ വിശ്വാമിത്രന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഈ വില്ലിനെയും മാഹേശ്വര ചാപത്തെയും വന്ദിച്ചതിന് ശേഷം ആ ചാപത്തെ എടുക്കുകയാണ്. വളരെ ഈ 5000 പേര് 6 ചക്രമുള്ള വണ്ടിയെ കൊണ്ടുവന്നത് വളരെ നിസ്സാരമായിട്ട് എടുത്തിട്ട് ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം എന്നാണ് പറയുന്നത്. വളരെ നിഷ്പ്രയാസം ഭഗവാൻ ആ വില്ലെടുത്ത് കുലയ്ക്കുകയാണ്.
ഇത് ആ കുലച്ചപ്പോ ഉണ്ടായ ശബ്ദം കേട്ടിട്ട് ഈരേഴ് ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ട് വിസ്മയപ്പെട്ടു ജനം. ഇവിടെ ആ വില്ല് കുലയ്ക്കുന്ന ശബ്ദം കേട്ടത് ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത് ആർക്കാണ്? ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞ ഒച്ച കേട്ട് നടുങ്ങി രാജക്കന്മാരുരകങ്ങളെ പോലെ. പക്ഷേ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കാരണം ജനക മഹാരാജാവ് ഒരു പണം വെച്ചിരുന്നു, ഈ മാഹേശ്വര ചാപത്തെ കുലയ്ക്കുന്നവർക്ക് എന്റെ മകൾ സീതയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന്. അപ്പൊ വില്ല് കുലച്ചത് അത്രമേൽ ധാരാളം രാജാക്കന്മാര് വന്ന് ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും സാധിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ നിന്നെത്തി വില്ല് കുലച്ചു എന്നുള്ളത് ആ മഹാലക്ഷ്മിയുടെ അവതാരം തന്നെയായ സീതാദേവിക്ക് വളരെ സന്തോഷത്തെ നൽകി. ഇപ്പൊ തന്നെ പരിചാരകരും ദാസിമാരും അമ്മമാരും ഒക്കെ ചേർന്ന് സീതാദേവിയെ അണിയിച്ചൊരുക്കി ഭരണമാല്യവും കൊടുത്ത് ആ സദസ്സിലേക്ക് അയക്കുകയാണ്. അവിടെ ചെന്ന് നേത്രോൽപല മാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടാൾ. ഭഗവാനെ തന്റെ കണ്ണുകൾ കൊണ്ട് ആപാദചൂടം നോക്കി സന്തോഷവതിയായ ശേഷം ഭരണമാല്യം ചാർത്തുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ വിദേഹ രാജ്യവും അയോധ്യ രാജ്യവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഈ കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് ഇനി അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിനെ വിവരം അറിയിക്കണമല്ലോ. അപ്പം വിശ്വാമിത്രനും ശതാനന്ദനും ജനകനും എല്ലാവരും കൂടെ ആലോചിച്ചതിനു ശേഷം ഒരു പത്രമൊക്കെ എഴുതി ദൂതന്റെ കയ്യിൽ കൊടുത്ത് അയോധ്യയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ആ ദൂതൻ അയോധ്യയിലെത്തി ജനക മഹാരാജാവിന്റെ സന്ദേശം കൊടുത്തപ്പോ വളരെ വസിഷ്ഠ മഹർഷിയോട് ആലോചിച്ച് വളരെ സന്തോഷവാനായി തീർന്ന ദശരഥ മഹാരാജാവ് വളരെ വലിയൊരു സൈന്യത്തോടെ, വലിയൊരു പടയോടെ, എല്ലാ സന്നാഹത്തോടുകൂടിയും തന്റെ ഭാര്യമാരെ, കുലഗുരു, മന്ത്രിമാരെ, കുലഗുരുവിന്റെ ഭാര്യ വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയായ അരുന്ധതി ദേവി, ഇങ്ങനെ എല്ലാവരോടും ഒന്നിച്ച് വലിയൊരു ആഘോഷമായിട്ട് ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. 6 ദിവസം കൊണ്ട് അവര് രഥവും കാലാൾപ്പടയും എല്ലാ സൈന്യത്തോടുകൂടിയാണ് അവര് പോകുന്നത്. അങ്ങനെ വിദേഹ രാജ്യത്തെത്തുന്നു. അവരെ എല്ലാം യഥോചിതം അവിടെ സ്വീകരിക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ കുമാരന്മാരെ വസിഷ്ഠ മഹർഷിയെ രാമനും ലക്ഷ്മണനും വന്ദിക്കുന്നു, ദശരഥനെ വന്ദിക്കുന്നു, രാമൻ ലക്ഷ്മണന്മാർ അമ്മമാരെ വന്ദിക്കുന്നു, അരുന്ധതി ദേവിയെ വന്ദിക്കുന്നു. ഈ സമയത്ത് ഭരതനും ശത്രുഘ്നനും ജ്യേഷ്ഠ സഹോദരന്മാരെയും വിശ്വാമിത്രനെയും ഒക്കെ വന്ദിക്കുന്നു പരസ്പരം. ഇവിടെ നമ്മൾ കാണുന്നത് പരസ്പരം കാണുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷവും അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കുന്നതും ഒക്കെയായ കാഴ്ചയാണ്. അച്ഛനമ്മമാരെ, അതുപോലെ തന്നെ ഗുരുക്കന്മാരെ, ജ്യേഷ്ഠന്മാരെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ ഒക്കെ എങ്ങനെയാണ് കാണുമ്പോൾ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു സന്ദേശം കൂടി നമുക്ക് ഇതിലൂടെ തരുന്നുണ്ട്. അങ്ങനെ ജനക മഹാരാജാവ് എല്ലാവരെയും വളരെ ഭക്തി ആദരപൂർവം സ്വീകരിക്കുകയാണ്. അത് കഴിഞ്ഞ് ദശരഥ മഹാരാജാവിനോട് ജനക മഹാരാജാവ് പറയുന്നു, ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനൊരു അവസരം വരാൻ. കാരണം പണ്ട് നാരദ മഹർഷി എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ നിലമുഴുന്നപ്പോ ഇങ്ങനൊരു പെൺകുഞ്ഞിനെ കിട്ടി, ആ പെൺകുഞ്ഞിനെ ഞാൻ എടുത്ത് വളർത്തുകയായിരുന്നു. എനിക്കതിനു മുമ്പ് മക്കളില്ലായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടിയെ ഞാൻ എടുത്ത് വളർത്തി. ഈ കുഞ്ഞിനെ വളർത്തിയപ്പോ നാരദ മഹർഷി ഒരിക്കല് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദശരഥ മഹാരാജാവിന് പുത്രനായി ഭഗവാൻ നാരായണൻ തന്നെ ശ്രീരാമനായി അവതരിക്കും, എന്നിട്ട് ഇവിടെ എത്തും, സീതാദേവിയെ അപ്പോൾ ശ്രീരാമന് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് ആലോചിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. ഇന്ന് ആ നല്ല മുഹൂർത്തം എത്തിയിരിക്കുകയാണ്. അതിലേറ്റവും ഭഗവാൻ തന്നെ മരുമകനായി വരുന്നതിലുള്ള സന്തോഷം, മകൾക്ക് ഭർത്താവായി വരുന്നതിലുള്ള സന്തോഷമൊക്കെ ജനക മഹാരാജാവിനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ പറയുന്നു,
എനിക്ക് 4 ആൺമക്കളാണുള്ളത്, എനിക്ക് 4 പെൺമക്കളാണുള്ളത്, അങ്ങേക്ക് 4 ആൺമക്കളും ഉണ്ടല്ലോ, എന്നാൽ ഇവരുടെയൊക്കെ വിവാഹം പരസ്പരം നടത്തിയാലോ? ദശരഥ മഹാരാജാവിന് ജനക മഹാരാജാവുമായിട്ടും വിദേഹ രാജ്യവുമായിട്ടുള്ള ഒരു ബന്ധത്തെ വളരെയധികം സന്തോഷം നൽകുന്നതായിരുന്നു. കാരണം വിദേഹ രാജ്യവും ഈ അയോധ്യ രാജ്യം പോലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു രാജ്യവും ഏറ്റവും നല്ല ഭരണാധികാരിയുമായിരുന്നു ജനക മഹാരാജാവ്. എല്ലാം കൊണ്ടും തുല്യരായവരായിരുന്നു ജനക മഹാരാജാവിന്റെ വിദേഹ രാജ്യവും ദശരഥ മഹാരാജാവിന്റെ കോസല രാജ്യവും. അങ്ങനെ ആ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ ദശരഥ മഹാരാജാവും പരമാത്മന ആഗ്രഹിച്ചിരുന്നു, സന്തോഷമായി. അങ്ങനെ സീതാദേവിയെ ശ്രീരാമചന്ദ്രനും, ശ്രുതകീർത്തിയെ ഭരതനും, ഊർമിളയെ ലക്ഷ്മണനും, മാണ്ഡവിയെ ശത്രുഘ്നനും വിവാഹം കഴിക്കുന്നു. വിവാഹത്തിനുള്ള എല്ലാ കർമ്മങ്ങളും വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ ശതാനന്ദനും വിശ്വാമിത്രനും ഒക്കെ ചേർന്ന് കഴിക്കുന്നു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. വിശ്വാമിത്രൻ തിരികെ പോകുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അവർ കുറച്ചു നാള് അവരവർക്ക് പറഞ്ഞിരിക്കുന്നതായ രാജകൊട്ടാരം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അവര് ഭാര്യമാരോടുകൂടി സസുഖം താമസിച്ചു. അതിനുശേഷം തിരിച്ച് അയോധ്യയിലേക്ക് പോവുകയാണ്. അയോധ്യയിലേക്ക് വളരെ വലിയൊരു ഘോഷയാത്രയായിട്ടാണ് വന്നത്, തന്നെ വളരെ വലിയൊരു ഘോഷയാത്രയായിട്ടാണ്. അതിന് സമാനമായ ഒരു ഘോഷയാത്രയായിട്ട് ഒരു ഒരുക്കങ്ങളും കൂടെ ഇവിടുന്നുമുണ്ട്. ഒരുപാട് സൈന്യങ്ങള്, കാലാൾപ്പടകള്, കുതിരപ്പടകള്, ആന, പിന്നീട് ധാരാളം രഥങ്ങള്, വസ്ത്രങ്ങള്, ആഭരണങ്ങള്, രത്നങ്ങള് എന്നു വേണ്ട ധനം, ധാന്യം, അങ്ങനെ ധാരാളം ഇതൊക്കെ ആയിട്ടാണ് ദാസിമാര്, സൈന്യങ്ങള്, കാലാൾപ്പടകള് ഒക്കെ ആയിട്ടാണ് ജനക മഹാരാജാവ് കന്യാശുൽക്കമായി നൽകിക്കൊണ്ടാണ് 4 പുത്രിമാരെയും അയോധ്യയിലേക്ക് അയക്കുന്നത്. അപ്പൊ ഇതൊക്കെ സ്വീകരിച്ച് പോകാൻ നേരം സീതാദേവിയെ അടുത്ത് വിളിച്ച് ജനക മഹാരാജാവ് പതിവ്രതാ ധർമ്മത്തെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ആ പതിവ്രതാ ധർമ്മത്തെ ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം അവർ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര പുറപ്പെട്ട് പോകുന്ന വഴിക്ക് എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ ആ യാത്രാമധ്യേ അശുഭകരമായ ലക്ഷണങ്ങൾ പലതും കാണുകയാണ്. ഇത് കാണുന്ന ദശരഥ മഹാരാജാവ് തന്റെ ഗുരുവായ വസിഷ്ഠനോട് എന്താണ് ഇങ്ങനെയൊക്കെ കാണാൻ കാരണം, മനസ്സാകെ ചഞ്ചലപ്പെടുന്നല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോ വസിഷ്ഠൻ ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹം പറയുന്നു, ഒന്നും വിഷമിക്കേണ്ട, ആദ്യം കുറച്ച് കഷ്ടതകൾ വന്നേക്കാം, പക്ഷെ എല്ലാം ശുഭമായി പര്യവസാനിക്കും, അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ടതില്ല എന്ന് പറയുന്നു. പക്ഷെ അത് പറഞ്ഞ് ഒരു നിമിഷം കഴിയുമ്പോഴത്തേക്ക് ഭാർഗവരാമൻ പരശു ആയുധവും ഒക്കെയായിട്ട് വൈഷ്ണവചാപവും ഒക്കെയായിട്ട് അവിടെ വളരെ കോപാകുലനായി പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് രഥത്തിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി ഭാർഗവരാമന്റെ കാലു പിടിച്ച് അത് ആ ദേഷ്യം തീർക്കാൻ വേണ്ടി രേണുകാത്മജ, ജമദഗ്നേ മഹർഷിയുടെ മകനെ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒന്നുകൊണ്ടും ആ ജമദഗ്നി മഹർഷിയുടെ പുത്രനായ ഭാർഗവരാമൻ ക്ഷമിക്കുന്നില്ല. പറയുന്നത്, പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം എന്ന് പറഞ്ഞ കാർത്തിവീര്യാദിതേ പരിത്രാഹിമാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹിമാം ജമദഗ്നിപുത്ര പരിത്രാഹിമാം രേണുകാത്മജ എന്നൊക്കെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേര് പറഞ്ഞ് ആ കോപത്തെ ഒന്ന് ശമിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും അവിടെ വിലപ്പോകുന്നില്ല. വളരെ ദേഷ്യപ്പെട്ട് തന്നെ ആ പരശുരാമൻ കോപാകുലനായി നിൽക്കുകയാണ്. കാരണം പരമശിവനാൽ നൽകപ്പെട്ടതായ ആ ത്രയംബകം എന്ന ചാപമാണ് കുലച്ചിരിക്കുന്നത്. വിശ്വാമിത്ര മഹർഷി 2 ചാപം ഉണ്ടാക്കിയതിൽ ഒന്ന് പരമശിവനും ഒന്ന് വിഷ്ണുവിനും നൽകിയിരുന്നു. അതിലെ പരമശിവന് കൊടുത്തിരുന്ന ചാപമാണ് പൈതൃകമായി ജനക മഹാരാജാവിന് ലഭിച്ചത്. വൈഷ്ണവ ചാപം പൈതൃകമായി ഇവിടെ പരശുരാമന്റെ കയ്യിലും ഉണ്ട്. അപ്പം വൈഷ്ണവ ചാപം തന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ
ത്രയംബകം എന്ന വില്ല് നീ കുലച്ചല്ലോ. കാരണം പരശുരാമൻ പരമശിവനെ പ്രീതിപ്പെടുത്തി വളരെ കാലം തപസ് ചെയ്ത ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഈ പരമശിവന്റെ ശാപം, അതായത് ത്രയംബകം വില്ല് ഈ രാമൻ കുലച്ചതിൽ ഭയങ്കരമായ വിരോധമുണ്ട്. എങ്കിൽ നീ എന്റെ കയ്യിലുള്ള ഈ വൈഷ്ണവ ശാപം കൂടെ കുലയ്ക്കൂ എന്ന്, ഇല്ലെങ്കിൽ നിന്റെ കുലത്തിന് മൊത്തം ഞാൻ നാശം വരുത്തും എന്ന് പറയും. കാരണം 21 പരിവൃത്തി ക്ഷത്രിയ കുലത്തെ വധിച്ചവനാണ് പരശുരാമൻ. ഇനിയും ഈ സൈന്യത്തെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് ഇല്ലാതാക്കാൻ നിമിഷം മതി. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോഴ് ഭഗവാൻ ശാന്തനായി പറയുകയാണ്, അങ്ങയോളം ഈ ശസ്ത്രാസ്ത്ര പ്രയോഗങ്ങളിലൊന്നും എനിക്ക് പ്രാഗൽഭ്യമില്ല, എങ്കിലും അങ്ങ് പറയുന്നതിനനുസരിച്ച് ഞാന് ഈ വൈഷ്ണവ ആസ്ത്രത്തെ തൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് തന്നാട്ടെന്ന് പറയും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ, ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും, ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലല്ലോ എന്നാണ് ശ്രീരാമൻ പറയുന്നത്. പക്ഷെ എങ്കിലും ആ വൈഷ്ണവ ചാപത്തെ വാങ്ങിച്ച് കുലയ്ക്കാനായി തുടങ്ങിയിട്ട് ഇത് കുലയ്ക്കുമ്പോ ഒരു ലക്ഷ്യം വേണമല്ലോ, അങ്ങ് ലക്ഷ്യത്തെ കാണിച്ചു തന്നാലും, ഈ വൈഷ്ണവ ചാപത്തിന് ഉള്ള ലക്ഷ്യത്തെ കാണിച്ചു തന്നാലും എന്ന് പറയുന്നു. അപ്പോ ഇദ്ദേഹം സാധാരണക്കാരനല്ലെന്ന് പരശുരാമന് മനസ്സിലായിട്ട് ഇത് ദശരഥന്റെ മകനായി ഭഗവാൻ മഹാവിഷ്ണു തന്നെ അവതാരം കൊണ്ട് ശ്രീരാമചന്ദ്രനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ പറയുന്നു, എന്നിലുള്ള വൈഷ്ണവ തേജസ്സിനെ നിങ്കലേക്കാക്കുക എന്ന് പറയുന്നു. കാരണം വളരെ കാലം പരശുരാമൻ ചക്രതീർത്ഥത്തിങ്കൽ പോയി ചക്രധാരിയെ തപസ് ചെയ്തിരുന്നു. അങ്ങനെ മഹാവിഷ്ണു സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ട്, ഇനിയും തുടർന്ന് തപസ് ചെയ്യേണ്ടതില്ല, നിനക്ക് കുറെ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്, കാർത്തവീരാർജുനെ വധിക്കണം. അത് പിതൃഹന്താവായ കാർത്തവീരാർജുനെ, അതായത് ജമദഗ്നി മഹർഷിയെ വധിച്ചതായ കാർത്തവീരാർജുനെ നീ പോയി വധിക്കണം. എന്നിട്ട് 21 വട്ടം ക്ഷത്രിയ കുലത്തെ നിഗ്രഹിക്കണം. അതിനുശേഷം ഇതിന്റെ പരിഹാരാർത്ഥമായി കശ്യപ മഹർഷിക്ക് ഭൂമിയെ ദാനം ചെയ്തതിന് ശേഷം മാത്രം തപസ് ചെയ്താൽ മതി. ആ സമയത്ത് ത്രേതായുഗത്തിൽ ഞാൻ അയോധ്യാപതിയായ ദശരഥന് പുത്രനായി ശ്രീരാമനായി അവതരിക്കും. അന്ന് നിങ്കലുള്ള വൈഷ്ണവ തേജസ്സിനെ ശ്രീരാമചന്ദ്രനിലേക്ക് പകർത്തിയതിന് ശേഷം നിനക്ക് തപസ് ചെയ്താൽ മതി എന്ന് അന്ന് മഹാവിഷ്ണു പരശുരാമനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനിയും എന്നിലുള്ള വൈഷ്ണവ തേജസ്സിനെ നിങ്കലേക്കാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ വൈഷ്ണവ ശാപത്താൽ പരശുരാമനിലുള്ള ചൈതന്യത്തെ, വൈഷ്ണവ തേജസ്സിനെ ശ്രീരാമനിലേക്ക് ആക്കിയതിനു ശേഷം പരശുരാമൻ അവിടെ നിന്ന് മഹേന്ദ്രാചലത്തിലേക്ക് തപസ്സിനായി പോവുകയാണ്. ഈ ഭാഗത്തോടുകൂടി ഇന്നത്തെ ഭാഗം, പ്രത്യേകിച്ച് ബാലകാണ്ഡം സമാപിക്കുകയാണ്. അവസാനമായി പറയുന്നുണ്ട്, ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് പരശുരാമൻ. ആ സ്തുതി ആര് ചൊല്ലുന്നോ അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. ഈ സ്തുതി ഭക്തിയോടെ ചൊല്ലുന്നവർക്ക് മുക്തിയെ സിദ്ധിക്കണം എന്നാണ്. മൃത്യു വന്നടുക്കുമ്പോൾ പാദാംബുജ സ്മൃതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം എന്ന്. ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനിയായിടേണം. ബ്രഹ്മതത്വത്തെ, ആ ജ്ഞാനതത്വത്തെ ഗ്രഹിക്കാനുള്ള ശേഷി അവർക്കുണ്ടാവണം. അതുപോലെ അവൻ ഭഗവത് ഭക്തനായി തീരണം എന്ന്. അതും കൂടാതെ മരണകാലം മൃത്യു എടുക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദാംഭോജങ്ങളെ സ്മരിക്കാൻ, അങ്ങനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മരിച്ചു കഴിഞ്ഞാല് സായുജ്യമുക്തി തന്നെ ലഭിക്കും. അതിനുള്ള ഭാഗ്യവും അവർക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ആണ് രാമായണത്തിന്റെ മാഹാത്മ്യം ആണ് ഇവിടെ പ്രത്യേകിച്ച് പ്രകീർത്തിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രാചലത്തിലേക്ക്
പരശുരാമൻ പോവുകയാണ് തപസ്സിനായിട്ട്. എന്നിട്ട് ആ ഘോഷയാത്ര സന്തോഷമായിട്ട് അയോധ്യയിലെത്തുന്നു. അവരൊക്കെ സുഖമായി അങ്ങനെ താമസിക്കുന്ന കാലത്ത് കേകയ രാജ്യത്ത് നിന്നും യുധാജിത്ത് അവിടെ വരികയും ഭരതനെ തന്റെ രാജ്യത്തേക്ക് വിടണമെന്ന് പറയുകയും ചെയ്യുന്നു. ദശരഥനോട് പറയുമ്പോൾ ദശരഥൻ അതിന് സമ്മതം കൊടുക്കുകയും അങ്ങനെ ഭരതനും ഭരതപത്നിയായ ശ്രുതകീർത്തിയും ഒപ്പം ശത്രുഘ്നനും മാണ്ഡവിയും കൂടെ യുധാജിത്തിനൊപ്പം കേകയ രാജ്യത്തേക്ക് പോവുകയും ചെയ്യുന്നതോടെ ബാലകാണ്ഡം ഇവിടെ സമാപിക്കുകയാണ്. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയല്ലേ? അതെ അതെ അതെ, എല്ലാവരും റെഡിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. വിശ്വാമിത്രനൊപ്പം ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ കുമാരന്മാർക്ക് ഏത് ശാപം കാണണം എന്നാണ് വിശ്വാമിത്രൻ പറഞ്ഞത്? വളരെ ശരിയാണ്. ത്രയംബകം എന്ന മാഹേശ്വര ശാപം എത്ര പേർ ചേർന്നാണ് സദസ്സിലേക്ക് കൊണ്ടുവന്നത്? 5000 വളരെ ശരിയായി. മാഹേശ്വര ശാപം കുലയ്ക്കുന്നവർക്ക് എന്ത് നൽകും? എന്തോ 1000 പേര് ചേർന്ന് ഒരു വണ്ടിയിലാണ് കൊണ്ടുവന്നത്. ആ വണ്ടി ഇതിനകത്തൊക്കെ നോക്കിയിട്ട് കാണാനില്ലല്ലോ. അതെ, വാൽമീകി രാമായണത്തിലുണ്ട്. വാൽമീകി രാമായണത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. 6 ചക്രങ്ങളുള്ള വണ്ടിയില് 5000 പേർ ചേർന്ന് ലൈൻ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൈനിൽ ഇല്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല സോറി അതെ, വാൽമീകി രാമായണത്തിൽ പറയുന്നതായിരുന്നു. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാ. പറഞ്ഞു തന്നാല് നല്ല താങ്ക്സ് ഉണ്ട്. അപ്പം ഈ മാഹേശ്വര ശാപം കുലയ്ക്കുന്നവർക്ക് എന്ത് നൽകും എന്നുള്ള പണമാണ് വളരെ ശരി. വരുന്നുണ്ട്. ജനക മഹാരാജാവിന്റെ കുലഗുരു ആരായിരുന്നു? വളരെ ശരിയാണ്. ദൂതനെ അയോധ്യയിലേക്ക് ജനകൻ അയച്ചത് എന്തിനു വേണ്ടിയാണ്? വൃത്താന്തങ്ങൾ അറിയിക്കാൻ. ഈ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിച്ചത് ആരൊക്കെ ചേർന്നായിരുന്നു? സദാനന്ദൻ, വിശ്വാമിത്രൻ. വളരെ ശരിയാണ്. 4 കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുമുണ്ടല്ലോ. ആരാണ് ഇങ്ങനെ പറയുന്നത്? ഇനി കുമാരന്മാർ ആരെയൊക്കെയാണ് വിവാഹം കഴിച്ചതെന്നൊന്ന് പറയുമോ? ശ്രീരാമനും ഊർമിളയും ലക്ഷ്മണനും മാണ്ഡവിയെ ശത്രുഘ്നും മാണ്ഡവിയെ ഭരതൻ കേൾക്കുന്നുണ്ടല്ലോ. മാണ്ഡവിയെ ഭരതനാണ്. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെ ഒരു സംശയം വന്നായിരുന്നു. വാൽമീകി രാമായണത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭരതൻ വിവാഹം കഴിക്കുന്നത് ശ്രുതകീർത്തിയെയാണെന്ന്. ഈ പുസ്തകത്തിൽ അങ്ങനെ വലിയ നക്ഷത്രം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഭരതൻ മാണ്ഡവിയെന്നും മറ്റേ ശത്രുഘ്നൻ ശ്രുതകീർത്തിയെന്നും സ്റ്റാർ ഇട്ടിട്ട് കൊടുത്തിരിക്കുക. വാൽമീകി രാമായണമാണല്ലോ അടിസ്ഥാനം. അതില് ഭരതൻ ശ്രുതകീർത്തിയെ വിവാഹം കഴിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് ലൈൻ വായിക്കുമ്പോ അങ്ങനെയാ തോന്നുക, പക്ഷെ അവര് അടിയിൽ കൊടുത്തിരിക്കുക. ശരി ചേച്ചി. ജനകനോട് സീതാവൃത്താന്തം പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ജനക മഹാരാജ നാരദനാണ് ശരിയായ ഉത്തരം. നാരദൻ. വിവാഹശേഷം അയോധ്യയിലേക്ക് തിരിച്ചു പോകുമ്പോ അവർക്ക് ധാരാളം സൈന്യത്തെയും ആന, കുതിര, കാലാൾപ്പട, ദാസിമാര്, വസ്ത്രങ്ങൾ, ആഭരണങ്ങള്, രത്നങ്ങള് ഇതെല്ലാം കൊടുത്തു വിടുന്നുണ്ട്. അതിനോടൊപ്പം ജനക മഹാരാജാവ് തന്റെ പ്രിയപുത്രിയായ സീതാദേവിക്ക് പ്രത്യേകമായി കൊടുക്കുന്നത് എന്താണ്? വളരെ ശരിയാണ്.
വിവാഹ ഘോഷയാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് അവിടെ വരുന്നത് ആരാണ്? പരശുരാമന്റെ പിതാവിന്റെ പേര്, മാതാവിന്റെ പേര്. എല്ലാ ഉത്തരങ്ങളും വളരെ ശരിയാണ്. പരശുരാമൻ ശ്രീരാമനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ വൈഷ്ണവശാപം കൊടുക്കണമെന്ന്. വളരെ ശരിയാണ്. അപ്പം ശ്രീരാമൻ വൈഷ്ണവ ശാപത്തെ വാങ്ങിച്ച് കുലയ്ക്കാൻ നേരത്ത് എന്ത് ആണ് പരശുരാമനോട് ആവശ്യപ്പെടുന്നത്? ഇതെങ്ങനെ കുലയ്ക്കണമെന്ന് ലക്ഷ്യത്തെ കാണിച്ചു തരണമെന്ന്. ഇനി മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് അതോടുകൂടി പരശുരാമന് മനസ്സിലായി. അപ്പോ പരശുരാമൻ ശ്രീരാമനോട് പറയുന്നത് എന്താണ്? എന്നിലുള്ള വൈഷ്ണവ തേജസ് രാമനിലേക്ക് വളരെ ശരിയാണ്. അങ്ങനെ സന്തുഷ്ടനായ ശ്രീരാമനോട് പരശുരാമൻ അർത്ഥിക്കുന്നത് എന്താണ്? പരശുരാമൻ അത് കഴിഞ്ഞ് ശ്രീരാമനെ സ്തുതിക്കുന്നുണ്ട്. സ്തുതിക്ക് ശേഷം ഒരു കാര്യം പരശുരാമൻ ശ്രീരാമനോട് അർത്ഥിക്കുന്നുണ്ട്. ഈ സ്തുതി ചെല്ലുന്നവർക്ക് അതെ അതെ, ഭക്തനായി തത്വജ്ഞാനിയായി അറിയണം. മൃത്യുകാലം അടുക്കുമ്പോൾ മരണമുണ്ടാവാനും. ശേഷം പരശുരാമൻ തപസ്സിനായി പോവുകയാണ്. എവിടേക്ക്? മഹേന്ദ്രജലത്തില്. വളരെ ശരിയാണ്. ഇനി അവരെ തിരികെ അയോധ്യ രാജധാനിയിൽ എത്തിയതിനു ശേഷം സുഖമായി വസിക്കുമ്പോ അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. ആരാണ്? ആഗമനോദ്ദേശം എന്തായിരുന്നു? ഭരതനെ കൂട്ടിക്കൊണ്ടുപോകാന്. ഭരതനോടൊപ്പം ആരുടെ പോയി? സുധകീർത്തി, പിന്നെ ഊർമിള, ശത്രുഘ്നൻ. അല്ല, സുധകീർത്തിയും പിന്നെ ഭരതനും മാണ്ഡവിയും ശത്രുഘ്നും. വളരെ ശരിയാണ്. അതോടുകൂടി ഇന്നത്തെ ബാലകാന്ഡം ഇന്ന് ഇവിടെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും എല്ലാ ഉത്തരങ്ങളും എല്ലാവരും പറയുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നു. നമ്മള് രാമായണം ഇങ്ങനെ വായിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഓരോ ചെറിയ അംശങ്ങൾ വരെ നമുക്ക് മനസ്സിലാകുമെന്ന്. വളരെ സന്തോഷം. ജയശങ്കര. അത് ഉഷേട്ടത്തിയുടെ വിവരണം കൊണ്ടാ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഉത്തരം വളരെ സന്തോഷം. ജയശങ്കര. ജ്യോതിഷ് ജി, നമുക്ക് അടുത്ത പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായി. ഒന്ന് വൈൻഡപ്പ് ചെയ്താൽ. തീർച്ചയായിട്ടും ഇന്ന് വളരെ രസമായി തോന്നി. കാരണം ഈ പ്രശ്നോത്തരി എല്ലാവരും ഇന്ന് ലേഡീസ് ആണ് ഇന്ന് ഇവിടെ എല്ലാം സ്കോർ ചെയ്തത്. എനിക്കൊന്ന് ലീല ചേച്ചിയാന്ന് തോന്നുന്നുണ്ട് കൂടുതലായിട്ട് ഉള്ള ഉത്തരങ്ങളെല്ലാം ചടപടയെന്ന് പറയുകയായിരുന്നു. ഇന്ന് അഭിലാഷിയുടെ ഒരു കുറവുണ്ട്. ഇന്ന് സമയം മാറ്റിയാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. രാധാമണി ചേച്ചിയും സ്കോർ ചെയ്തത്. അതെ അതെ അതെ, സുരേഷ് ഏട്ടൻ ഇന്ന് മൈക്ക് മ്യൂട്ട് മാറ്റിയിട്ടേ ഇല്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉത്തരം പറയുന്നതാണ്. ഞാനൊന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഈ അമ്മമാരൊക്കെ വന്നപ്പോഴേ ഞാൻ അതിനിടയ്ക്ക് പെട്ടുപോയല്ലേ. അതെ 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 അതെ, എന്തായാലും വളരെ സന്തോഷം. ഞാനും ഉത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തിരക്കിനിടയ്ക്ക് നമ്മുടെ ശബ്ദം പിന്നിൽ നിന്ന് ആദ്യമായി എന്ന് മാത്രമേ ഉള്ളൂ. അതെ 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 അതെ, എല്ലാവരും മുന്നിൽ നിന്ന് ആദ്യത്തെ ശബ്ദമായി. അതെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ് നമ്മുടെ സുഹൃതം സംസ്കൃതം എന്ന് പറഞ്ഞ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പൊ ഇന്നത്തെ നമുക്ക് രാമായണക്കാറ്റ് ഇവിടെ പര്യവസാനിക്കുകയാണ്. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. നാളെ 6:50 തന്നെയാണ് രാമായണക്കാറ്റ് തുടരുക. നാളെ പത്തനംതിട്ട ജില്ലാ ചാപ്റ്ററിന്റെയാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖനോ ഭവന്തു. ജയശങ്കര. സുഹൃതം സംസ്കൃതം ക്ലാസ്സിൽ കയറാനുള്ളവര് ആ ലിങ്കില് ക്ലിക്ക് ചെയ്ത് കയറുക, ജോയിൻ ചെയ്യുക. ഞാനില്ലായിരുന്നു, ആലപ്പുഴ വരെ പോയിരിക്കായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കയറുമായിരുന്നു. മടക്കി വന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ജയശങ്കര.
ജയശങ്കര